നമസ്കാരം. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് നമ്മുടെ രാജ്യത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ മാലിദ്വീപിൽ നിന്നുള്ള മന്ത്രിയായ മറിയം ജിയൂന ഒരു പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റിന് തൊട്ടു പിന്നാലെ ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഉലയുന്നു. അത് മാത്രമല്ല, മാലിദ്വീപിന് ഒരു ബദൽ എന്ന നിലയ്ക്ക് ലക്ഷദ്വീപിനെ വളർത്തിയെടുക്കാനും നമുക്ക് സാധിക്കുന്നു. ഇപ്പോഴത്തെ അതേ വിവാദം നടന്ന് ഏതാനും മാസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ വീണ്ടും വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ് മാലിദ്വീപിൽ നിന്നുള്ള മന്ത്രിയായ മറിയം ജിയൂന. അടുത്തിടെ മാലിദ്വീപ് ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിച്ചിരുന്നു. ഇന്ത്യ ഈ സഹായം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ അതിന് തൊട്ട് പിന്നാലെയാണ് ഇന്ത്യൻ ദേശീയ പതാകയിലെ അശോക ചക്രത്തിന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ട് മാലിദ്വീപിലെ പ്രതിപക്ഷ പാർട്ടിയായ MDPയെ പരിഹസിക്കും വിധത്തിലുള്ള ഒരു പോസ്റ്റ് ഇവർ പോസ്റ്റ് ചെയ്തത്. MDP അവരുടെ വായ്ക്കടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഇനി അവരുടെ വായിൽ വീഴേണ്ടതില്ല എന്നായിരുന്നു മറിയം ജിയൂനയുടെ പോസ്റ്റിൽ ഉണ്ടായിരുന്ന വരികൾ. മുഹമ്മദ് മൊയ്സു സർക്കാരിന്റെ ഇന്ത്യ വിരുദ്ധ നയങ്ങളെ എപ്പോഴും എതിർക്കുന്നതാണ് അവിടുത്തെ പ്രതിപക്ഷമായ MDP. പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾ തന്നെയാണ് മറിയം ജിയൂനെ പ്രകോപിപ്പിച്ചത്. എന്നാൽ മറിയത്തിന്റെ പോസ്റ്റിനെതിരെ ഇന്ത്യക്കാർ വലിയ തോതിൽ തന്നെ രംഗത്തെത്തുകയായിരുന്നു. അതിന് പിന്നാലെ വ്യാപകമായ വിമർശനങ്ങൾ ഉയരുകയും ചെയ്തു. ഇതിന് തൊട്ട് പിന്നാലെ ഇവർ മാപ്പ് പറഞ്ഞ് തടിയൂരിയിരിക്കുകയാണ്. മാലിദ്വീപിലെ പ്രതിപക്ഷ പാർട്ടിയായ MDPയെ പറ്റിയുള്ള എന്റെ പോസ്റ്റിൽ ഉപയോഗിച്ച ചിത്രം ഇന്ത്യൻ പതാകയുമായി സാമ്യമുള്ളതാണ് എന്നത് എപ്പോഴാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് മനഃപൂർവ്വമല്ല എന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെങ്കിൽ ഞാൻ ആത്മാർത്ഥമായി തന്നെ ക്ഷമ ചോദിക്കുന്നു. മാലിദ്വീപ് ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തെ വിലമതിക്കുന്നുണ്ട് എന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ പരസ്പര ബഹുമാനത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നതെന്നും ഞാൻ മനസ്സിലാക്കുന്നു. മാത്രമല്ല, ഭാവിയിൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല എന്നുകൂടി മറിയം ജിയൂന അവരുടെ മാപ്പിൽ പരാമർശിക്കുന്നുണ്ട്. എന്തായാലും മറിയം ജിയൂന ആദ്യം തുടങ്ങി വെച്ച വിവാദം ഇത്ര കണ്ട് ഇന്ത്യ മാലിദ്വീപ് ബന്ധത്തെ ഉലച്ചിട്ടുണ്ട്. അവിടുത്തെ ടൂറിസം ഉൾപ്പെടെയുള്ള മേഖലകൾ വലിയ തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയുമാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യൻ ദേശീയ പതാകയെ തന്നെ കടന്നാക്രമിച്ചുകൊണ്ട് മറിയം ജിയൂന രംഗത്തെത്തിയത്. എന്തായാലും നിലവിൽ ഇതിനെതിരെ രംഗത്തെത്തിയത് സൈബർ ഇടങ്ങളിൽ വളരെ ആക്റ്റീവായ ഇന്ത്യൻ ജനത തന്നെയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.